എന്നെ കുഞ്ഞിലേ കണ്ട എല്ലാവരോടും എനിക്കൊരു കൊഞ്ചൽ അന്നേ ഉണ്ട്. ഞാൻ വീട്ടിലെ ഏറ്റവും ചെറുതായിരുന്നു. പിന്നെ അന്ന് സിനിമയെ വർക്ക് ചെയ്യുന്ന അവരുടെ എല്ലാം മുമ്പിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ബിഹേവ് ചെയ്തിരുന്നത്. ഒരിക്കലും ഒരു ഗൗരവക്കാരായിട്ട് പെരുമാറാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്ന് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞാൽ അതെന്താ മോളെ ശബ്ദം കൂടുതൽ ഉയരുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പിന്നെ കൂടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്നവരും എല്ലാം എന്റെ കുഞ്ഞിലേ അവർ അറിയുന്നവരാ. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ ഒരു കുട്ടിയായിട്ട് മാത്രമേ എനിക്ക് പെരുമാറാൻ പറ്റിയിരുന്നുള്ളൂ. അത് തന്നെയാണ് പിന്നെ വേണുചേട്ടൻ ചോദിച്ചത്, അത് മതി. അപ്പൊ അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിനായിട്ട് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് കോൺഷ്യസ് ആയിട്ട് ആ റോളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചേച്ചി റോളുകൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഇപ്പൊ നായികയായിരിക്കുമ്പോൾ തന്നെ പല റോളുകൾ, ഇപ്പൊ നമ്മൾ KPSC ലളിത തിലകൻ ചേട്ടനൊക്കെ നമ്മൾ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതിന്റെ മുമ്പിൽ പറയുമ്പോൾ ഉർവശി ചേച്ചി ഒരിക്കലും അവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നില്ല, നായികയാണെങ്കിൽ പോലും. ഇപ്പോൾ ഇടയ്ക്ക് തന്നെ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ലേഡി സൂപ്പർ സ്റ്റാർ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും ഉർവശി ചേച്ചിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ചിലർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കമന്റ് പോലും വരുത്തുന്നത് ഭയങ്കരമായിട്ട് ക്യാരക്ടറിന് മാറി മാറി ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള മൂഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരതൻ സാറിന്റെ വെങ്കലത്തിലൊക്കെ വരുമ്പോൾ ചേച്ചി വേറൊരു ഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. അതൊരു പക്ഷേ ചേച്ചിയുടെ ഈ ഇങ്ങനെ മാറി മാറി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെ അന്നേ അത്രയും ബുദ്ധിപരമായി പ്രവർത്തിച്ചുകൊണ്ടാണ്? ഒരിക്കലും ഇല്ല. ബുദ്ധി കൊണ്ട് അങ്ങനെ സിനിമയിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം സിനിമയിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല, പ്രത്യേകിച്ച് സിനിമ തൊഴിലായിട്ട് എടുത്തിരിക്കുന്നവർക്ക്. വരുന്ന ക്യാരക്ടേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോൾ എല്ലാ കാലത്തും ഞാൻ പറയുന്നതാണ്, ഒരു നായകൻ്റെയും സപ്പോർട്ടിലോ റെക്കമെൻഡേഷനിലോ വന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരായിരുന്നു എന്നെ ചൂസ് ചെയ്തിരുന്നത്. കഥ ആവശ്യപ്പെടുന്നു, അവരെ എന്നെ ചില ഡയറക്ടേഴ്സ് എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നു, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഡയറക്ടേഴ്സിൻ്റെ കഴിവാണത്, ആ റൈറ്റേഴ്സിൻ്റെ കഴിവാണത്. അതാണ്. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു എന്താ പറയുക, അത്ര ഒരു വെറും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ലേഡി എന്ന് പറയുന്നതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ലേഡി ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് പോലും ഇഷ്ടമല്ല. ഡയറക്ടർ, ടീച്ചർ, ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഡയറക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ. പിന്നെ ഒരു കിരീടം എടുത്ത് തലയിൽ വെക്കാത്തതാണ് ഭാഗ്യം. കാരണം അങ്ങനെ ഒന്നും വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബാധ്യതയാണ്. കാരണം ഇത് വീഴാതെ കൊണ്ട് നടക്കണ്ടേ. അപ്പൊ അതിനേക്കാൾ കൂടുതൽ എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടിയാവണമെന്നേ ആഗ്രഹമുള്ളൂ. അല്ല, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു നായികയായിട്ട് മാത്രം ഒതുങ്ങാത്തത് കൊണ്ടായിരിക്കും ഇപ്പോഴും ആക്സെപ്റ്റൻസ് ചേച്ചിക്ക് കൂടുതലാണ്. എവിടെ വേണോ പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണോ പ്ലേസ് ചെയ്യാം, പ്ലേസ്ഡ് ആവും. കാരണം ഒരുപാട് കാണിച്ചു കഴിഞ്ഞു പല രീതിയിൽ. അതൊരു പക്ഷേ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ നായികയായിട്ട് ഒതുക്കപ്പെടാത്തത് കൊണ്ട്, തീർച്ചയായും ഒതുക്കപ്പെടാത്തത് കൊണ്ടും അന്നും അത് ഏറ്റെടുക്കാൻ നമ്മളൊരു സന്നദ്ധത കാണിച്ചത് കൊണ്ടുമാണ്. അപ്പൊ എന്റെ വീട് എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും നായികയായിട്ട് മാത്രം അഭിനയിച്ചാൽ മതി കേട്ടോ, ഇന്ന നായകൻ വലിയ നായകനാണോ എന്ന് നോക്കി അഭിനയിച്ചാൽ മതി, അങ്ങനെ ഒന്നും പറയുന്നവരായിരുന്നില്ല. നല്ല വെറൈറ്റി ക്യാരക്ടർ ആണോ എന്ന് നോക്ക്, ഇഷ്ടപ്പെട്ടാൽ നീ ചെയ്യുക, അങ്ങനെയായിരുന്നു. ഒരു സ്റ്റേജ് വരെ ഞാൻ കഥ കേട്ടിരുന്നില്ല. മഴവിൽക്കാവടിയൊക്കെ മുതലാണ് ക്യാരക്ടേഴ്സ് ഞാൻ കേട്ടു തുടങ്ങിയതൊക്കെ. വർത്തമാനകാലം അതൊക്കെ തന്നെയാണ് നേരിട്ട് ഞാൻ കഥ കേട്ട് തുടങ്ങിയത്.